കാസർഗോഡ് മദ്രസ അധ്യാപകനെ രക്ഷിതാക്കൾ അടിച്ചതിനെക്കുറിച്ചും അധ്യാപകൻ കുട്ടിയെ ശിക്ഷിച്ചതിനെക്കുറിച്ചും എനിക്ക് പറയുവാനുള്ളത്, കാലത്തിനനുസരിച്ച് നാം ഓരോരുത്തരും മാറേണ്ടിയിരിക്കുന്നു. അധ്യാപകൻ കുട്ടിയെ അടിച്ചു എന്നതിന്റെ പേരിൽ അധ്യാപകനെ ഉപദ്രവിക്കുക എന്ന എത്രത്തോളം വലിയ തെറ്റാണ് ആ മാതാപിതാക്കൾ ചെയ്തത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അധ്യാപകൻ തന്റെ കുട്ടിയെ അടിക്കുവാൻ പാടില്ല എന്ന് ആ രക്ഷിതാക്കൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഗുരുവിനെ അവർക്ക് അടിക്കുവാൻ കഴിയുക? ചില ഉപകരണങ്ങൾ കേടായാൽ നാം എന്താണ് ചെയ്യുക? അതിനെ അഴിച്ച് ഒന്ന് തട്ടി ഒന്ന് കുലുക്കി നോക്കും, എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി. ഇതേപോലെ ചിന്തിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമായിരുന്നു ഇതും. കുട്ടി പഠിച്ചില്ല, ഒന്ന് ശിക്ഷിച്ചു. ചില നാടുകളിൽ എല്ലാ വർഷവും അധ്യാപകർക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും പരീക്ഷ നടത്തും. എന്തിനാണെന്നറിയുമോ? അവർ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതും പുതിയതുമായ കാര്യങ്ങളിൽ അപ്ഡേറ്റഡ് ആണോ എന്ന് അറിയുവാൻ വേണ്ടി, അവരെ അപ്ഡേറ്റ് ആക്കുവാൻ വേണ്ടി. ഇതുപോലെ ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലും വരേണ്ടിയിരിക്കുന്നു. പഴമയിൽ തന്നെ നാം ഓരോരുത്തരും ഉറച്ചു നിൽക്കാതെ പുതുമയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ നാം ഓരോരുത്തരും പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അടിച്ചു പഠിപ്പിക്കുന്നതിലൂടെ എല്ലാ കുട്ടികളും നല്ല രീതിയിൽ പഠിക്കുമായിരുന്നുവെങ്കിൽ ഹിറ്റ്ലർ നാം ഇന്നറിയപ്പെടുന്ന ഹിറ്റ്ലറായി മാറില്ലായിരുന്നു. ഒരു ചിത്രകാരനാകാനായിരുന്നു ഹിറ്റ്ലറിന്റെ ആഗ്രഹം. എന്നാൽ തന്റെ പിതാവിനാകട്ടെ ഹിറ്റ്ലർ ഒരു എഞ്ചിനീയറായി മാറണം. ഇതിനായി തന്റെ പിതാവ് എല്ലാ ദിവസവും ഹിറ്റ്ലറെ ശിക്ഷിക്കുമായിരുന്നു. ഹിറ്റ്ലർ ഒരു ചിത്രകാരനാകണമെന്ന തന്റെ താല്പര്യത്തെ തന്റെ പിതാവ് അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. മറിച്ച് ഹിറ്റ്ലർ ഒരു ചിത്രകാരനായിക്കോട്ടെ എന്ന് തന്റെ പിതാവ് അംഗീകരിച്ചു കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് നാം അറിയപ്പെടുന്ന ക്രൂരനായ ഒരു ഹിറ്റ്ലറായി ഹിറ്റ്ലർ മാറില്ലായിരുന്നു. മാതാപിതാക്കൾ അധ്യാപകനെ അടിച്ചതിലൂടെ അവരുടെ സംസ്കാരവും പരിഷ്കാരവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ഏത് വാഹനമാണ് ഓടിക്കുന്നത്, ഏത് മൊബൈലാണ് ഉപയോഗിക്കുന്നത്, ഏത് ബ്രാൻഡാണ് ധരിക്കുന്നത് എന്നതിലൂടെ ഒരു വ്യക്തിയുടെ സംസ്കാരത്തെ നമുക്ക് അളക്കുവാൻ കഴിയില്ല. ഒരു ലോട്ടറി അടിച്ചാൽ ആ വ്യക്തി പണക്കാരനായേക്കാം. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ അല്ലെങ്കിൽ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായാൽ ആ വ്യക്തി പ്രശസ്തനായേക്കാം. പക്ഷേ ഒരു നിമിഷം കൊണ്ട് നമുക്ക് സംസ്കാരമുള്ളവനാകുവാൻ കഴിയില്ല. സംസ്കാരവും ഭാഷയും നമ്മുടെ വീടുകളിൽ നിന്നാണ് മാറ്റം വരേണ്ടത്. നാം ഓരോരുത്തരുടെയും വീടുകൾ ഓടക്കുഴൽ പോലെയാകണം. ഉള്ളു പൊള്ളയാണെങ്കിലും അതിലൂടെ ശ്വാസം കടത്തിവിടുമ്പോൾ അത് മനോഹരമായി ഈണമുള്ള ശബ്ദമായി പുറത്തോട്ട് വരുന്നു. ഓരോ വീടുകളുടെയും 4 ചുമരുകൾക്കിടയിലെ പൊള്ളയായ സ്ഥലത്ത് രക്ഷിതാക്കളും കുട്ടികളും ഒരുമിച്ചിരുന്ന് നല്ല സമയം പങ്കിട്ട് പരസ്പര ബഹുമാനത്തിന്റെ സംഗീതം നിറയ്ക്കുന്നതാകണം സംസ്കാരം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.